ഹലോ മക്കളെ, ജെഇ എക്സാമിനേഷൻ ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇത്. അതുപോലെ തന്നെ നീറ്റിനും കീമിനും മറ്റ് എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. എ മെഷീൻ ഗൺ ഫയർസ് എ ബുള്ളറ്റ് ഓഫ് മാസ് 40 grams with a velocity of 1200 meter per second. The man holding it can exert a maximum force of 144 Newton. അപ്പോൾ എന്തൊക്കെ തന്നിരിക്കുന്നത്? മാസ് ഓഫ് ദ ബുള്ളറ്റ് തന്നിരിക്കുന്നു 40 grams, അതായത് 40 × 10⁻³ kilograms. പിന്നെ വെലോസിറ്റി തന്നിരിക്കുന്നത് 1200 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് എക്സെർട്ട് ചെയ്യാവുന്ന മാക്സിമം ഫോഴ്സ് 144 ന്യൂട്ടൺ ആണ് കേട്ടോ. 144 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? ഹൗ മെനി ബുള്ളറ്റ്സ് ക്യാൻ ഹി ഫയർ പെർ സെക്കൻഡ് അറ്റ് ദ മോസ്റ്റ്? ഇതിനൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്. എഫ് ഇസ് ഈക്വൽ ടു mNv. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഈച്ച് ബുള്ളറ്റ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ്. നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ്, വി വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. നമുക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് 144, ഇത് 40 × 10⁻³ മാസ്. നമ്പർ ഓഫ് ബുള്ളറ്റ്സ് അറിയില്ല, കാൽക്കുലേറ്റ് ചെയ്യണം. വെലോസിറ്റി 1200. കട്ട് ചെയ്യാവുന്ന കട്ട് ചെയ്യാം കേട്ടോ. 0 ഇവിടെ, ഒരു 0, ഒരു 0, ഒരു 0, ഒരു 0, 10⁻³ ആയിട്ട് കട്ട് ചെയ്തു കേട്ടോ. 12 144 കൂടി 12, ഈ 12 4 കൂടെ 3 എന്ന് വരും. സോ ഫൈനലി n is equal to 3 എന്ന് കിട്ടും. നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഫയർ ചെയ്യാവുന്ന ബുള്ളറ്റ്സിന്റെ എണ്ണം 3 ആയിരിക്കും കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ഇതേ ക്വസ്റ്റനിൽ ഇവർ ഫോഴ്സ് ദ മാൻ ക്യാൻ എക്സേർട്ട് മാക്സിമം ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഇതേ ക്വസ്റ്റൻ പലതരത്തിൽ വരാം. ഫോഴ്സ് ഓൺ ദ ബുള്ളറ്റ്സ് എന്ന് ചോദിച്ചാലും, ഫോഴ്സ് ഓൺ ദ ഗൺ എന്ന് ചോദിച്ചാലും, ഫോഴ്സ് റിക്വയർഡ് ടു ഹോൾഡ് ദ ഗൺ ചോദിച്ചാലും, ഫോഴ്സ് ഓൺ ദ വെഹിക്കിൾ, ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു ഗണ്ണ് ഫിറ്റ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ഉണ്ടല്ലോ, അങ്ങനെ ഫോഴ്സ് ചോദിച്ചാലും ഒക്കെ ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു mNv. എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, എ മാസ് ഓഫ് ഈച്ച് ബുള്ളറ്റ് ആണ്, എൻ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ് ആണ്, വി വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ആണ്.